എൻ്റെ വീട് താമസത്തിന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗുണ്ടകളെല്ലാം ഉണ്ടായി. മൊത്തം ഗുണ്ടകളല്ല, എനിക്കാണെങ്കിൽ ചിരി വന്നിട്ടും പാടില്ല. അവനെ പൂളി പിന്നെ ഇനി ഒരു രഹസ്യം കൂടി ഞാൻ പറയാം. എന്റെ ദൈവമേ, അല്ല ഞാനിങ്ങനെ പൊട്ടിക്കുന്ന ആളാണ്. ചേട്ടൻ ചേച്ചിനെ ഓടിച്ചിട്ട് വന്നാന്ന് പറഞ്ഞല്ലോ, എനിക്ക് പെട്ടെന്ന് മറ്റേ ഗില്ലിയിലെ പാട്ടില്ലേ, അതാണ് എന്റെ മനസ്സിൽ വന്നത്. രണ്ട് സമയമുണ്ട് വിജയായിട്ട്. എന്താന്ന് ചോദിക്കട്ടെ, വിജയും ഈ പുള്ളി രണ്ടുപേരും ആദർക്കൂല. അതിന് ഭയങ്കര ബോറുണ്ട്. ആ ഒരു തിരിച്ചറിവാണ് ഇദ്ദേഹത്തിന്റെ ബോധം. ഞാൻ കാരണം ഒഴിക്കുള്ളൂ, ഒരു 90% ഞാൻ കാരണം. പിന്നെ കുറച്ച് അവന്റെ അഹങ്കാരമുണ്ട്. ഒരുപാട് കലാതിലകവും അതെല്ലാം നേടിയതാണ്. പെൺകുട്ടികളെ മൂന്നുപേരും കലാപ്രതിഭയൊന്നും ആയിട്ടില്ല. കൂടുതൽ അവാർഡ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുണ്ട്, ധർമ്മജൻ ചേട്ടന് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്ക്രാച്ച് ആൻഡ് വിന്നിന് ഓഫറിലാണ്. ഒരു വീടിന്റെ അടുത്തുള്ള ഒരു പെൺകുട്ടിയുടെ പുറകെ ചെറുപ്പത്തിലെ നടന്ന് തേങ്ങ പറക്കിക്കൊണ്ടുപോയ ഒരു ഇൻസിഡന്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ റേഷനിൽ പോകുമ്പോ അവളുടെ മുമ്പിൽ നാണം കിടുക. ഇവന്മാരൊക്കെ ഇടങ്ങേറാണ്, അറിയാൻ പറ്റാണ്. ഞാനൊക്കെ പിന്നെ ഡീസന്റാണ്. ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള ആദ്യം മെമിക്രി അവതരിപ്പിക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് കിട്ടിയത് 125 രൂപ. വന്നൊക്കെ 2 ഷോ ഉണ്ടാവും. 250 കിട്ടുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. അവിടെ നിങ്ങൾ അവിടെ തുടങ്ങിയ ഒരു 1000 രൂപ വരെ ആയില്ലേ? ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഡാസ്ലർ പ്രസന്റ് ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് അപൂർവ പുത്രന്മാർ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ധർമ്മജൻ ചേട്ടൻ, വിഷ്ണു ചേട്ടൻ ആൻഡ് ബിബിൻ ചേട്ടൻ. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു സെറ്റാണ്, പക്ഷെ ഒരു സെറ്റിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നല്ലേ. ഇവിടെ ഒരു സെറ്റ് ഒന്ന് പൂർത്തീകരിക്കാൻ പിഷാരടി ചേട്ടൻ ഈ പടത്തിലില്ല. അങ്ങനെ ഞങ്ങള് ശരിക്കും ഒരു സെറ്റല്ല, ഇതാണ് സെറ്റ്. നിങ്ങൾ സെറ്റ് ഔട്ട് ആയോ? അറിഞ്ഞില്ലല്ലോ ഞങ്ങള്. ധർമ്മജനെ കൊണ്ട് അപ്സെറ്റ് ആണ് രമേശ് ചേട്ടൻ. അത് പറഞ്ഞാ കേക്കാത്തോണ്ട്. അതെ, സെറ്റ്. അപ്പൊ സെറ്റ് ആയിട്ടുള്ള ടീം ഇവിടെ ഇപ്പൊ ഉണ്ട്, അവനെ നോക്കണ്ട. അപ്പൊ ഇവര് രണ്ടുപേരും എങ്ങനെയുണ്ട്? അപൂർവ പുത്രന്മാര്. ഇവര് ശരിക്കും ഇവരാണ് പുത്രന്മാര്. ഇവര് നല്ലൊരു കഥാപാത്രം. അതൊക്കെ വേറെ കാര്യം പറയാനുള്ളത് വെച്ചാല് ഈ എന്താ പറയണ, ഞങ്ങക്ക് നല്ലൊരു ലൊക്കേഷൻ കിട്ടി. കേരളത്തിൽ ഇപ്പൊ പള്ളികള് ഷൂട്ടിങ്ങിന് കൊടുക്കുന്നില്ല. കാരണം കർത്താവിന്റെ തലേ ചവിട്ടിയൊക്കെയാണ് തോരണം കെട്ടണൊക്കെ. പിന്നെ ഇങ്ങനെ കൊടുക്കാനിട്ടാണ്. അപ്പോൾ ഒരു പഴയ പള്ളി ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ കഥ ആ പള്ളി രണ്ടാമത് പുതുക്കി പണിയണതും അതും ഇത് കേട്ടുള്ളൊരു സംഭവമാണ്. പുതിയൊരു പള്ളി ഇപ്പുറത്തുണ്ട്. പഴയ പള്ളി അങ്ങനെ ഒരു ഗോഡൗൺ പോലെ ആക്കിയിട്ടേക്കണായിരുന്നു. ആ പള്ളി ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടി. നല്ല പ്രദേശം കിട്ടി, നല്ല ആൾക്കാര്, ഷൂട്ടിങ്ങിനൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ആൾക്കാരും. ഇടുക്കി പൂപ്പാറയില് നല്ലൊരു ചെറിയ പള്ളിയാണ്, പക്ഷെ അത് കിട്ടി. പിന്നെ ഇവരെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നിട്ടുള്ള 2 പേരാണ് ഇവര്. ഒരു കട്ടപ്പന ഘോഷൻ എന്ന സിനിമയില് നല്ലൊരു ഓരോരുത്തന്മാരും ഉമ്മാരെ വിളിച്ച് തന്നതാണ്. പിഷാരനെ കളഞ്ഞതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിഷാരടീനെ അടിക്കണേ.
പിഷാരി ചേട്ടന് ഒരു ഗിഫ്റ്റ് അവൻ ചെയ്ത സിനിമയിലും എല്ലാ സിനിമയിലും എനിക്ക് വിഷം തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഫ്രണ്ട്ഷിപ്പ് അല്ലേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. അല്ല, അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ഇങ്ങനെ പച്ചക്ക് അവര് തമ്മിലുള്ളത് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും മനസ്സിലാക്കിയത് കൊണ്ടാണ്. സത്യം സത്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ബന്ധങ്ങളും നമുക്ക് വെക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു കമ്മിറ്റ്മെന്റിന്റെ പുറത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ചെറിയ സൗന്ദര്യപ്പടക്കോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വഴക്കിടാറുണ്ട്. വഴക്കിടാറുണ്ടോ സെറ്റില്? ഞാനും പിഷാരടിയായിട്ട് വഴക്കിടാറുണ്ട്. ഞാൻ കാരണം കേട്ടോ എപ്പോഴും പിഷാരടി ഞാനായിട്ടുള്ള തിരിച്ചറിവാണ് ഇദ്ദേഹത്തിന്റെ ബോധം. അത് ഞാൻ കാരണം ഒഴിക്കുള്ളൂ. ഒരു 90% ഞാൻ കാരണം. പിന്നെ കുറച്ച് അവന്റെ അഹങ്കാരമുണ്ട്. അതൊരു 10% ഒരു അഹങ്കാരമുണ്ട്. അതുകൊണ്ട് യുവമാര് വഴക്കിടാറുണ്ടല്ലോ. യുവമാരും വഴക്കിടാറുണ്ട്. ഇതിലാരാ 90% ആരായിട്ടാ തോന്നി? ഇവൻ വഴക്കിടില്ല. അവനായിരിക്കുള്ളത് സെന്റിമെന്റ്സ് ഇത്തിരി കൂടുതലുള്ളവനാ. സെൻസിറ്റീവ് ആയിട്ട് ഭയങ്കര ചെയ്യും. അതിന് ഭയങ്കര ബോറുണ്ട്. ഞാനിപ്പ പോലും ഞാൻ കാറിൽ വരുമ്പോ നീയും അമ്മയും കൂടി കാറിൽ നിന്നിട്ട് ഒരു ഇന്റർവ്യൂ. ഞാന് വഴക്കിടുന്നതിന്റെ കാര്യമൊക്കെ ഉണ്ട്. ഇത് വിഷ്ണുവിന്റെ കേസ് വിട്. ധർമ്മേട്ടനായിട്ട് ഞാൻ എപ്പോഴും വഴക്കാം. അത് ഞാനും എല്ലാ കാര്യത്തിലും പറയുന്നതാണ്. പുള്ളി നമ്മൾ പറയുന്നത് അനുസരിക്കാറില്ല. ഒരു അനുസരണ ഇല്ലാത്ത ആളാ. അപ്പൊ വഴക്കിടും. ഇന്നലെ ഇവിടെ ഇന്റർവ്യൂവിന് വരാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വിളിപ്പിച്ച് ഞാൻ ഇന്നലെ രാവിലെ വിളിച്ച് പറഞ്ഞു ഉറപ്പായിട്ടും വരാം, വണ്ടി വിടുമെന്ന് പറഞ്ഞു. വണ്ടി വിട്ട് കഴിഞ്ഞപ്പോ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ ഒന്ന് ഇവിടെ തല കാണിച്ചിട്ട് പറ്റേന്ന് പറഞ്ഞു. ഈ തല കാണിക്കാൻ പോയിട്ട് പിന്നെ ബാക്കി തലയും കണ്ടില്ല, ഉടലും കണ്ടില്ല, കൈയും ഉണ്ടായിട്ടില്ല. അല്ല മോളെ, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ പരിപാടിയായിരുന്നു. അവിടെ ചെന്ന് തല കാണിച്ചിട്ട് പോരാ എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവനെ വിളിച്ചോ, ഇവൻ ഇവിടെ ഇല്ലേന്ന് താനും. എന്നെ അവിടെ നിന്ന് വിടണമില്ല. വിഷ്ണു പറഞ്ഞത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയിക്കോളാൻ. എന്താ അവിടെ നിന്ന് വിടണില്ലാന്ന് ഞാൻ അറിഞ്ഞ എന്താ അറിയോ, ഇവിടുന്ന് പൊക്കോന്ന് പറഞ്ഞിട്ട് പോണില്ല. എന്നിട്ട് അതാണ് ആള്. ഇതെപ്പോഴും ഉള്ളതാ. അതിന് ഇവന്റ് വഴക്കിട്ടിട്ട് ഫോൺ ഓഫ് ചെയ്ത് കളഞ്ഞു. ഞാൻ പിന്നെ വിളിച്ചിട്ട് ഇവൻ എടുക്കുന്നില്ല. ഇവൻ എടുക്കുന്നേ ഇല്ല ഫോൺ. പിന്നെ ഞാനും വിളിച്ചില്ല. എന്താണെന്നറിയോടോ, ഞാൻ കറക്റ്റ് കാര്യം പറയും. ഇതൊന്നും തുടക്കത്തില് ഈ പുള്ളിയുടെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഞങ്ങൾക്ക്, എനിക്കും വിഷ്ണുവിനും ഇപ്പൊ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ധൈര്യമായിട്ട് വിളിക്കാവുന്ന വളരെ കുറച്ച് പേരുള്ളൂ ചേട്ടനെ പോലെ വരുന്ന. അതിലൊരാളാണ് ധർമ്മേട്ടൻ. ഈ പുള്ളി ഇവിടെ ഉണ്ടാവണമെന്നും മലയാള സിനിമയിൽ ഉണ്ടാവണമെന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാനും വിഷ്ണു. അപ്പൊ അതിനു വേണ്ടിയിട്ട് രമേശ് ചേട്ടൻ തോറ്റതാണ് എന്നോട് പറഞ്ഞു. അതിന്റെ പുറമെ എനിക്കൊരു സമയത്തൊരു അഹങ്കാരം ഉണ്ടായി. ഞാൻ പറഞ്ഞ എന്തോ കേൾക്കുമല്ലോ, എവിടെ അതുമില്ല. അപ്പൊ ആ കാര്യത്തിൽ ആവുമ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ഇടക്കിടക്ക് ഞാൻ വഴക്കിടും കേൾക്കാണ്ടാവുമ്പോ. അപ്പൊ നമ്മൾ വിശേഷങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതെ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. കൂട്ടത്തിൽ വേറൊരു കാര്യമുണ്ട്. നമ്മളോട് ഇങ്ങനെയൊക്കെ പറയണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഇഷ്ടം ഉള്ള രീതിയിലുള്ള ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറയുന്നത് അല്ലേ? ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ. ഞാൻ ധർമ്മേട്ടനെ എപ്പോഴും നിർവചിക്കുക എന്ന് പറഞ്ഞത് ഹൈ ടാലന്റഡ് പേഴ്സൺ ആണ്. ഹൈ ടാലന്റ്. ഇപ്പൊ നേരത്തെ അശോകൻ ചേട്ടനെ ഞങ്ങൾ ഇന്റർവ്യൂ പറഞ്ഞു. അദ്ദേഹം ഒരു കോമഡി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പീക്കിന്റെ എത്ര ഓവറായിട്ട് കളിച്ചാൽ ഓവർ ഫീൽ ചെയ്യൂല. അവർക്കൊരു കൺട്രോൾഡ് ഉണ്ട്. അതേപോലെ കൺട്രോൾഡ് ആയിട്ടുള്ള ഉഗ്രൻ ആക്ടറാണ് ധർമ്മേട്ടൻ. അപ്പൊ അത് ധർമ്മേട്ടന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളൂ. വിഷ്ണു ഞാൻ അത് തരണ്ടറാന്നൊന്നും അല്ല. വിഷ്ണു ചേട്ടൻ ഇതിന്റെ രണ്ടിന്റെ നടുവിൽ ഞാൻ പെട്ടു എന്നൊരു എക്സ്പ്രഷൻ. ശരി, നമുക്ക് അപൂർവത്തിലേക്ക് പോവാം. വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നടുവിൽ പെട്ടു എന്ന് പറഞ്ഞില്ല, ഇവനെപ്പോഴും അങ്ങനെ തന്നെയാ. ഭയങ്കര സേഫ് ആയിരിക്കുള്ളൂ. ഞാൻ ശരിയാട്ടോ, എനിക്ക് ഫോളൊക്കെ ഉണ്ട്. ഞാൻ ഇതൊക്കെ തുറന്നു പറയാം. എന്തെങ്കിലും കുഴപ്പമുള്ളപ്പോല ഭയങ്കര സേഫ് ആയിട്ട് അവന്റെ കംഫർട്ട് സോണിൽ ഒരു ഈ റൗണ്ടിലെ ഞാൻ പോലും. എന്റെ വീട്ടില് ഇപ്പൊ എന്റെ വൈഫ് ഞാൻ കുഴപ്പമെന്ന് വിചാരിച്ചു, ബിബിൻ വൈഫ് കുഴപ്പമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പറഞ്ഞോ കമന്റ്സ്? രണ്ട് അതല്ല, ഇന്നലെ ചേട്ടൻ ഇതേപോലെ എത്തിയില്ല അസോസിയേഷന്റെ പ്രോഗ്രാമിൽ. അവിടെ എല്ലാം
ഒരുപാട് കാലങ്ങൾ കൂടിയിട്ടായിരിക്കും അതെ, പഴയ എല്ലാരെയും മിക്ക സുഹൃത്തുക്കളെ കാണുന്നത്. അപ്പൊ അവിടെ നിന്ന് പോരാൻ ഈ പറഞ്ഞ പോലെ കൂട്ടുകാർ വിടുന്നുണ്ടാവൂല. പിന്നെ ഇവിടെ ശോഭൻ ചേട്ടനും ഞാനും സജിൻ ചേട്ടനും നിഷാന്ത് സാറും അമേര ഇവരെല്ലാരും ഉണ്ട് ഇന്റർവ്യൂവിന് എന്നൊക്കെ അറിഞ്ഞപ്പോ പുള്ളി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാനും നിർബന്ധിക്കാൻ പോയില്ല. ഇവിടെ വന്ന അലമ്പണി എന്തിനാ, ഞങ്ങൾ മര്യാദ ഇവിടെ ഇന്റർവ്യൂ എടുത്ത് പോക്കോട്ടത്. ഒരു ക്രിഞ്ച് സോങ് ഒക്കെ ഇറങ്ങി, ഞാൻ അത് കേട്ടോണ്ടാണ് വന്നത്. എങ്ങനെയുണ്ടായി? ക്രിഞ്ച് തന്നെയാണ് ക്രിഞ്ച് എന്നുള്ള വാക്ക് കുറച്ച് ആളായിട്ട് തോന്നിയത്. ഈ റിവ്യൂവേഴ്സ് കൊടുക്കണേണ് കേട്ടാ. റിവ്യൂവേഴ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേ. അല്ല, അങ്ങനെ ഒരു ടെർമിനോളജി ഇപ്പൊ വന്നതുകൊണ്ടാണ് അങ്ങനെ. നേരത്തെ ഉണ്ട്, ആ സിറ്റുവേഷൻ ഉണ്ട്, ചില കാര്യങ്ങൾ വാക്ക് പുറപ്പെട്ടത് ഈ അടുത്ത കാലത്ത്. നിന്നുരുകിയ തൊലി ഉരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ പോലത്തെ സാധനങ്ങൾ പറയുമല്ലോ. മോഡിഫൈ ചെയ്താണ് ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞു. അല്ല, അതിൽ ഒരുപാട് കമന്റ്സ് ഞാൻ വായിച്ചു. ആദ്യം കേൾക്കുമ്പോ ഇത് ഭയങ്കര ക്രിഞ്ച്, പിന്നെ രണ്ടു മൂന്ന് വട്ടം കേൾക്കുമ്പോ ഓക്കെ ഇതൊരു അടിപൊളി സോങ് ആയിട്ട്, അങ്ങനെ കുറെ കമന്റ്സ് ഞാൻ കണ്ടു. അപ്പോൾ ഞാനും വിചാരിച്ചു, നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോ ഓ ഇതെന്താ ഇങ്ങനത്തെ. അതിന് ക്രിഞ്ച് സോങ് എന്നുള്ള ടൈറ്റിൽ വരുന്നിടത്ത് തന്നെ ഡയറക്ടേഴ്സ് വളരെ ബുദ്ധിപരമായിട്ട് അടച്ച് ആ ക്രിഞ്ച് എന്നുള്ള വാക്ക് തന്നെ ക്രിഞ്ച് സോങ് ആക്കിയവര്. നിങ്ങൾ രണ്ടുപേരും ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നു. ഇതുപോലെ തന്നെ ഒരു വീടിന്റെ അടുത്തുള്ള ഒരു പെൺകുട്ടിയുടെ പുറകെ ചെറുപ്പത്തിലെ നടന്ന് തേങ്ങ പറക്കിക്കൊണ്ടുപോയ ഒരു ഇൻസിഡന്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ റേഷൻ കടയിൽ പോകുമ്പോ അവളുടെ മുമ്പിൽ നാണം കിടുക. പണ്ട് അത്ഭുതം, നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഇവനെ കുഞ്ഞുനാളോട് കാണാണ് ഞാൻ. ഇവനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കാണാണ് ഞാൻ. അയ്യോ, 7ാം ക്ലാസ്സിൽ ഞാൻ വെച്ച് നടന്നതാ, ചെറിയ സമയത്ത് നടന്നതാ. അതൊന്നുമില്ല, ഞങ്ങളുടെ വഴിയുടെ അറ്റത്ത് പോയി നിൽക്കുമ്പോഴേ ഈ ഒരു പെൺകൊച്ചി ഞാൻ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അതിലേ പോകുമ്പോ നമ്മള് വെറുതെ അതിന്റെ മുമ്പില് ഇതാകാനായിട്ട് നിക്കണമല്ലോ, അത്രേ ഉള്ളൂ. വിപിൻ കാണിക്കണ അത്ര ഇതൊന്നും കാണിക്കില്ല, നിക്ക അത്രയും. ഞാനപ്പോ ഇത് തന്നെ അല്ല, വേറെ കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞില്ല. അവിടെ നിക്കണമല്ലോ. അങ്ങനെ നിക്കുമ്പോ അപ്പോഴാണ് എന്റെ കൊച്ചച്ഛനെ കണ്ടു വന്നിട്ട് റോട്ടിലൊരു തേങ്ങ വീണ് കിടപ്പുണ്ട്. അവിടെ ആ തേങ്ങ എടുത്ത് വീട്ടിൽ ഞാൻ ഈ തേങ്ങ റോട്ടിൽ നിന്ന് പെറുക്കിയപ്പോഴേക്കും കറക്റ്റ് ഇവള് വന്നു. അപ്പൊ ഇവളുടെ മുമ്പിൽ ഞാൻ അവളുടെ ഇമേജ് നഷ്ടപ്പെട്ടു. അത് ഞാൻ പണ്ടപ്പോഴോ എന്റെ വീട്ടിൽ വന്നിട്ടേ, എന്റെ വീട്ടില് എന്റെ വിഷ്ണു ചേട്ടൻ എന്റെ വീട്ടിൽ എന്റെ ചേട്ടന്റെ കൂട്ടുകാരന്റെ അമ്മയുടെ മോനുമായിട്ട് വന്നേക്കുന്നത്. കാണാനൊക്കെ നല്ല മിടുക്കനായിട്ടുള്ള പയ്യനാണ്. പറഞ്ഞ് മോനടാ ഇവനെന്തെങ്കിലും സിനിമയില് കയറ്റിക്കൊടുക്കുക. നമ്മള് സിനിമയിൽ കഴിയുമ്പോൾ ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതാണ്. അതൊക്കെ വലിയ സംവിധായകരും തിരക്കഥാർത്ഥികളും അവരൊക്കെ നോക്കേണ്ടത്. അങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വൈഫ് ചായ കൊണ്ടുവന്ന് കൊടുത്ത് ചായ കുടിച്ചിട്ടിരിക്കണേ, പലഹാരമൊക്കെ കഴിച്ചിട്ടിരിക്കണേ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്തെങ്കിലും പഠിക്കണല്ലേ, പഠിക്കട്ടെ. പിന്നെ അഭിനയിക്കാൻ അറിയോ എന്താ അതൊന്നും എനിക്കറിയില്ലല്ലോ. കാണാനുള്ളത് നീയൊക്കെ സിനിമയിലെത്തിയില്ലേ, പിന്നെ നല്ല എടുക്കണല്ലേ. എന്റെ വീട്ടിൽ വന്ന് ചായയും കുടിച്ച് പലഹാരം അത് ചില കാരണന്മാർക്ക് അങ്ങനത്തെ ഒരു ലോജിക് ഇല്ലല്ലോ. സംഭവം എടുക്കലൊക്കെയാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. എന്നാലും അവരെന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ല എന്നോടൊക്കെ പറയും ചേട്ടാ, എന്നോടൊക്കെ നേരത്തെ ഇവിടെ നിനക്ക് കാലും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യമില്ല. പരസ്യമായിട്ട് ഉറക്കിയിരിക്കുമല്ലോ. കല്യാണ വീട്ടിലൊക്കെ തലേദിവസമൊക്കെ ഇരിക്കും. എപ്പോഴും പറയും ഇത് തന്നെ. ഞാൻ ഈ ഓടിച്ചാടി നടക്കുമ്പോഴേക്ക് ലോകത്ത് ഈ കാലം ചിത്ര സിനിമയിലെ മനുഷ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്ര എനർജിക് ആയിട്ട് റെക്കോർഡാണ്. അതെ, സത്യം. എവിടെ ഉണ്ടെങ്കിലും നല്ല എന്താ പറയുക, ജില്ലായിട്ടായിരിക്കും നമ്മുടെ ബിബിൻ ചേട്ടൻ നിൽക്കുന്നത്. ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ ഫാദേഴ്സ് ആയിട്ട് അഭിനയിക്കുന്നത് ലാലു അലക്സ് ചേട്ടനാണ്. അപ്പം ചേട്ടന് ഒരു പ്രത്യേക വൈബ്, അച്ഛൻ ക്യാരക്ടർ വരുമ്പോൾ നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികളുടെ ഐഡിയൽ ഫാദറാണ്. അദ്ദേഹം ചെയ്തു വെച്ചാൽ ജോയലായിട്ടുള്ള ക്യാരക്ടർ. പ്രത്യേകിച്ച് ചോക്ലേറ്റിലൊക്കെ നമുക്ക് ഒരു വൈബ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നല്ല രസമാണ് അവിടെ ഫാദർ അല്ലെങ്കിൽ സൺ. പുള്ളിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാല്
മക്കളെ അതൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാല് ഭയങ്കര അതെ, രസമാണ്. നമ്മളിങ്ങനെ ഭയങ്കര പുള്ളിയുടെ ഒരു ഓറ ഇങ്ങനെ കണ്ടിരിക്കും. അതെ. ഭയങ്കര അപ്പൊ രസമാണ്. ഇതിലേക്ക് വരുമ്പോ നിങ്ങളുടെ രണ്ടോ ഈ അപൂർവ പുത്രന്മാരെ ഭരിക്കുന്ന ക്യാരക്ടറാണോ? എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് പൊറുതി വിട്ടിയ ഒരു അച്ഛനാണോ ഈ സിനിമയില്? അല്ല, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സ്മോൾ അടിക്കുന്ന ടൈപ്പ് ഓ അപ്പനും മക്കളുമാണ്. ഓക്കെ ഓക്കെ, ആ ഒരു വൈബ്. പുള്ളിയുടെ ഒരു ആഗ്രഹം ഞങ്ങൾ നടത്തി കൊടുക്കുന്നതാണ് ഇതിന്റെ ഒരു എലമെന്റ്. ഓക്കെ, അപ്പൊ നല്ല ഒരു എന്താ പറയാ, നിങ്ങൾ മൂന്നൊരു തിക് ഫ്രണ്ട്സ് ആണ് ഈ പടത്തില്. അച്ഛൻ, രണ്ട് മക്കള്. പെട്ടെന്ന് തിക് ഫ്രണ്ട്സ് ധർമ്മേട്ടൻ. അല്ല, ഞാന് ഒരച്ഛന്റെ കപ്പേരാണ്. ഓ ഓക്കെ, അച്ഛനായിട്ട് പള്ളിയില് കപ്പേരായിട്ട്. പള്ളിയിലെ കപ്പേരായിട്ടോ. ഓ, എങ്ങനെ അച്ചടക്കത്തോടെ നിർത്തിയേ നിങ്ങൾ? വളരെ എളുപ്പമായിരുന്നു ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ നയിക്കാൻ. വളരെ എളുപ്പം, പറഞ്ഞ കേൾക്കും. നമ്മളിപ്പോ ഒരു ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും. അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ പോയാലും അവിടെ തന്നെ നിൽക്കും. പിന്നെ വേറെ കാറ് വിളിച്ചിട്ട് വേണം വീട്ടിൽ കൊണ്ടാക്കാൻ. അല്ല, ഭയങ്കര ആസ്വദിച്ച ഒരു സിനിമയാണ്. അല്ല, എന്നോട് സിനിമയിൽ വിളിച്ചപ്പോ തന്നെ ബിബിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ നമുക്ക് നല്ലോണം ചെയ്യണം, നല്ല രസമുള്ള സംഭവമാണ്. അത് അതേപോലെ തന്നെ ആയിരുന്നു. ക്രൂ ഒക്കെ നല്ല രസമുള്ളായിരുന്നു. പ്രൊഡ്യൂസറാണെങ്കിലും, പ്രൊഡ്യൂസർ കൊണ്ട് പറയാനില്ല, പ്രൊഡ്യൂസറും ഡയറക്ടേഴ്സ് ഒക്കെ നല്ല. കൊറേ നേരമായിട്ട് ക്രൂ അടിപൊളിയാണ്, പ്രൊഡ്യൂസർ അടിപൊളിയാണ്, ഡയറക്ടർ അടിപൊളി. ഇവിടെ പ്രൊഡ്യൂസർ നിക്കുന്നോണ്ടാണോ എന്നറിയത്തില്ല. അല്ല, പ്രൊഡ്യൂസർ മര്യാദക്ക് പൈസ തന്നില്ലെങ്കിൽ നമുക്ക് കുറ്റം പറഞ്ഞാണ്. പൈസ ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും ഏറ്റെടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ കോംബോ ഭയങ്കരമായിട്ട് ആൾക്കാരെ ഏറ്റെടുത്തതാണ്. അപ്പൊ ആ ഒരു റിസ്ക് നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഓരോ പുതിയ പടങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അടുത്ത് വരുമ്പോൾ ആൾക്കാർ എക്സ്പെക്ടേഷൻ എന്തോരായിരിക്കും? ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണല്ലോ. ഇപ്പൊ ഇതിന്റെ തന്നെ സോങ്ങിന്റെ അടിയിലായാലും, ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂസിന്റെ അടിയിലായാലും, ഓ നിങ്ങളുടെ രണ്ടുപേരുടെ കോംബോ വി ആർ വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സുകൾ കണ്ടു. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് അതൊരു റിസ്ക് ആയിട്ടാണോ തോന്നുന്നത്? എന്തായിട്ടാണ് തോന്നുന്നത്? അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഒക്കെ ഞങ്ങളെ ഇപ്പൊ ആരെ പറ്റിയോ അങ്ങനെയൊന്നും ഇല്ല. ഇല്ല, ഈ ക്രിഞ്ച് സോങ്ങിന്റെ അടിയിൽ എടുത്തു സോങ്ങിന്റെ അടിയിലുണ്ട്. അതല്ല, നമ്മളതിൽ ടെൻഷൻ ആവേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നുള്ളത്. ആളെങ്ങനെയും വന്നാ മതി. വന്നു കഴിഞ്ഞാൽ ഇതൊരു ഹ്യൂമർ പടം ആയതുകൊണ്ട് ചിരി പടരും. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ലെ, ചിരി പടം അങ്ങനെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്നെയും പിഷാരനെയും പറ്റി പറയും ഭയങ്കര കെമിസ്ട്രിയാന്ന് പറയും. ഒരു കെമിസ്ട്രി ഇല്ല. അതാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും ഒരു കെമിസ്ട്രി ഇല്ല. പോസിറ്റീവ് ഫ്രണ്ട്ഷിപ്പിൽ കൂടുതൽ മാത്സ് ആണ്. കണക്ക് പറച്ചിലും കഥ പറച്ചിലും അല്ല, പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കൂടുമ്പോഴാണ് പർവ്വത്ര എന്ന് പറഞ്ഞ പോലെയാണ്. അല്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ. വൈരുദ്ധ്യം തന്നെയാണ് കൂട്ടിമുട്ടുക. അത് തന്നെയല്ല ഇപ്പൊ ഞാനും വിഷ്ണു, ഞങ്ങള് രണ്ടുപേരുടെ സ്വഭാവം ഏത് കാര്യത്തിനാണ് ഒരുമിച്ചുള്ളത്. അല്ല, മറ്റേ ബിബിചേട്ടൻ ശത്രുവിനെ മിത്രമാക്കിയതാണ്. കോമ്പറ്റീഷൻ തോറ്റ് എന്നാണ് പെരിയണെന്ന് കാത്തിരിക്കണേന്ന്. അതെ, അത് എല്ലാ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കൂടുന്നോറും ഒരുപാട് പിരിയാതിരിക്കട്ടെ. നല്ലോണം നല്ല സിനിമകൾ ഇവര് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ധർമ്മൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ നന്നാക്കാൻ ഒരുപാട് അവൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നെ ഉപദേശിക്കാറുണ്ട്. ഇപ്പൊ പിഷാര ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു അവൻ കേക്കത്തില്ല പറഞ്ഞാൽ കേക്ക്. ഇവർക്ക് ഇവരൊരു കെമിസ്ട്രി ഉണ്ട്. ചിലപ്പോ ഇവനുണ്ടാവൂല, ഇവൻ കുറെ ഷൂട്ടിലായിരിക്കും, അവനൊറ്റക്കിരുന്ന് കുറച്ച് ചെയ്യും, പിന്നെ ഇവൻ ജോയിൻ ചെയ്യും. അങ്ങനെ ഒരു അടുപ്പും ഇടപഴകലും അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്. എനിക്ക് ഇവരെ ചെറുപ്പം തുടങ്ങി അറിയാവുന്ന ആൾക്കാരാണ്. ബിബിനായിട്ടാണെങ്കിലും വിഷ്ണുവായിട്ടാണെങ്കിലും അത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. എന്നെ ഇവരുടെ സിനിമയിൽ അഭിനയിപ്പിക്കുമ്പോ ബിബിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട്, ബിബിന്റെ വീട്ടിലാണ് സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. ചേട്ടാ ഒന്ന് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ എടുത്തിട്ട് എന്റെ ടോണിലൊക്കെയാണ് ഇവൻ കഥ പറഞ്ഞ. സലിംകുമാറിന്റെ ടോണുണ്ട്, സലിംകുമാറിന്റെ സിദ്ദിഖ് ഈ കട ഇതില് അങ്ങനെ അങ്ങനെ കഥ പറഞ്ഞു തന്നിട്ടാണ്. വിഷ്ണു ഇല്ല, വിഷ്ണു പറയും ഇങ്ങനെ തന്നെ. ഞാൻ പറയണ ഞങ്ങൾ രണ്ടുപേരും താരങ്ങളെ അനുകരിച്ച് ബിബിന്റെ ചായയൊക്കെ തിന്ന് എന്റെ ഇടയിൽ 3 മണിക്കൂർ കൊണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇതാണ് മനസ്സിൽ ഇത് കറക്റ്റ് ആയിരിക്കും. അത് തന്നെയായിരുന്നു.
ഓക്കെ. ഇതില് അശോകൻ ചേട്ടനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അശോകൻ ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ഹ്യൂമർ ആണോ അതോ കുറച്ച് സീരിയസ്? എങ്ങനെ ഹ്യൂമർ ആണ്? ഇന്നത്തെ എല്ലാരും ഭയങ്കര ഹ്യൂമർ. അതാണ് ഫുൾ നിങ്ങൾ ഈ കാണുന്ന ഒരു 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 ഹ്യൂമർ ടെംപ്ലേറ്റ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം അങ്ങനെ തന്നെയാ. അങ്ങനെ ഫുൾ ജോയ്ലി ആയിട്ടിരുന്ന് എനിക്ക് ആ പ്രിൻസ് സോങ് കേട്ടപ്പോ നിങ്ങൾ രണ്ടുപേരും ഒരു പെണ്ണിന്റെ പുറകെ ആരാത്? സജിൻ വലിയ ആളാ. നിങ്ങളെല്ലാരും വാവോട്ട് അങ്ങോട്ട്. അപ്പൊ ആ ക്രിൻസ് സോങ്ങിന്റെ പകരം നിങ്ങൾ ഒരു പെണ്ണിനെ വളയ്ക്കാനായിട്ട് കഷ്ടപ്പെടുന്നു. രണ്ട് പെണ്ണുങ്ങളെ ഭയങ്കരമായിട്ട് വളയ്ക്കാൻ കഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. അവര് വീഴുന്നില്ല, ഭയങ്കരമായിട്ട് പാട്ടുപാടി വീഴ്ത്തുന്ന അങ്ങനത്തെ എന്താ റൊമാൻറ്റിക് ട്രാക്കും കൂടെ പോകുന്നുണ്ടോ? നിങ്ങൾ ഈ ഒറ്റ വേക്ക് ധർമ്മേന്ദ്രേട്ടൻ മാത്രമാണ് ഒരു സെന്റൻസ് ആയിട്ട് ഉത്തരം പറയുന്നത്. ഞാൻ പറയുന്നില്ല, ഞാൻ ഈ റൊമാൻസിലൊന്നും ഇല്ലല്ലോ. ഞാൻ കപ്പേരല്ലേ, കപ്പേരുടെ പണി നോക്കിയാ പോരെ. അത് ആ ഡയലോഗ് ഇല്ലേ, ആ ഡയലോഗ് ഇപ്പൊ ഒരു ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡയലോഗിന്റെ ബാക്കിയാ. ആ പോലീസുകാരൻ പറഞ്ഞില്ലേ, ഗുണ്ടകൾ ഗുണ്ടകളുടെ പണി ചെയ്തു, പോലീസുകാർ പോലീസുകാരുടെ പണി. തൃശ്ശൂര് നടന്ന അത് കോപ്പി അടിച്ച. ഇത് നിങ്ങൾ 3 പേരും മിമിക്രി കലാരംഗത്ത് നിന്ന് വന്നവരാണ്, സ്റ്റേജ് പെർഫോമേഴ്സ് ആണ്. ഇപ്പം അല്ല അത് ഞാനിപ്പോഴും അതെ, ഇപ്പം ഇവരായാലും ധർമ്മൻ ചേട്ടനായാലും ഇവർ ഒരുപാട് കലാതിലകവും അതെല്ലാം നേടിയതാണ്. ഇപ്പൊ ധർമ്മൻ ചേട്ടൻ അല്ല സോറി കലാപ്രതിഭ. കലാപ്രതിഭ എന്ന് പറഞ്ഞിട്ടില്ല. ഇവനായിട്ടുണ്ട്. ബിപിൻ ചേട്ടൻ ഞാനായിട്ടില്ല. ആയിട്ടില്ല. സംവരണത്തിന് വല്ലതും കിട്ടിയാണോ? അല്ലല്ലോ. കൂടുതൽ അവാർഡ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുണ്ട്, ധർമ്മൻ ചേട്ടന് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്ക്രാച്ച് ആൻഡ് വിന്നിൽ ഓഫറിലാണ്. നിങ്ങളുടെ സൗഹൃദം എപ്പോഴും എന്നായിരുന്നു, ഒരുപാട് പിരിയാതിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഈഗോ ക്ലാഷ് വരാതിരിക്കട്ടെ എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ എസ്പെഷ്യലി ഇന്റർവ്യൂസ് കാണും. ഇപ്പൊ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോഴും അങ്ങനെ എന്താ പറയാ, നിങ്ങൾക്കൊരു ഗിവ് ആൻഡ് ടേക്ക് പോലെ എനിക്ക് തോന്നുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നോട് സോറി പറയാൻ പറ. ആരോടാ? ഇന്നലെ വഴക്കിട്ടൊക്കെ ഇന്റർവ്യൂല് നിന്നിട്ടാണ് അവനിങ്ങനെയൊക്കെ ചിരിക്കണത്. എന്നോട് വഴക്കാവൻ. വഴക്കാണോ ധർമ്മൻ ചേട്ടനോട്? സോറി പറയാനാ? സോറി പറഞ്ഞു ഞാൻ സോറി. അല്ല എന്തിനാണ് സോറി? നമുക്ക് വിഷമാണ്, സങ്കടാവും. അതാണ് വരാത്തോണ്ടാ. അത് പക്ഷെ ഇനി അങ്ങനെ ചെയ്യരുത്. വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പരിപാടി ഉണ്ടായതുകൊണ്ടല്ലേ മോളെ, ഞാൻ വെറുതെ വീട്ടിൽ അല്ല. വേറെ കാര്യമുണ്ട്, ആ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എനിക്കും ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഞാൻ മറ്റേ കൂടുതലിന്റെ പ്രൊമോഷന് തിയേറ്റർ വിസിറ്റിന് വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ മിനിയാന്ന് അപ്പൊ ആ പടത്തിലാകെ ഞാൻ മാത്രമേ ഉള്ളൂ മുഖം അറിയുന്ന ആള് മര്യാദയ്ക്ക്. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ പോകേണ്ടി വന്ന. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇന്നലെ എല്ലാരും ഉണ്ടായിരുന്നു, പിന്നെ ഇന്ന് ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നുള്ള. ഈ കൊല്ലത്തിലൊരിക്കലാണ് നമ്മള് എല്ലാരും കൂടി എല്ലാരെയും നമുക്കറിയാൻ പാടില്ല. ടിവിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പരിചയമുള്ള കുറെ ആൾക്കാർ. അത് അമ്മയുടെ ഷോ എങ്ങനെയാണ് അതുപോലെ തന്നെ ഇങ്ങനെ കാണുമ്പോൾ പലരുമായിട്ടുള്ള അമ്മയുടെ ഷോയിന് പോയില്ല, അമ്മയുടെ ഷോയിന് പോയില്ല. പക്ഷെ മായുടെ ഷോയിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ആൾക്കാരല്ലേ. അതല്ല, നമ്മളൊക്കെ ഞാനൊക്കെ ആദ്യം മെമിക്രി അവതരിപ്പിക്കുമ്പോ സ്റ്റേജിൽ നിന്ന് കിട്ടിയത് 125 രൂപ. അപ്പൊ അന്നൊക്കെ 2 ഷോ ഉണ്ടാവും. 250 രൂപ കിട്ടുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ നിങ്ങളുടെ തുടങ്ങിയ ഒരു 1000 രൂപ വരെ ആയില്ലേ? ഇന്നലെ എന്താ പ്രശ്നം പറയാം, ഈ ഞങ്ങളെല്ലാരും ഞങ്ങൾ 3 പേരല്ല, മിമിക്രി ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും അത്യാവശ്യം വീട്, കാറ്, സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയി. പണ്ട് മിമിക്രിക്കാർക്ക് കല്യാണം കഴിക്കാൻ ചോദിച്ചാൽ പെണ്ണ് കിട്ടൂലായിരുന്നു. എനിക്ക് പോലും ഒരു രക്ഷയില്ലായിരുന്നു. അവസാനം ഞാൻ വിളിച്ചിട്ട് അതായത് ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പൊ സ്ഥിതി മാറി. മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിലയുണ്ട്.
ഇപ്പൊ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ പണ്ടെന്ന് വെച്ചിട്ട് കലയെ അംഗീകരിക്കാൻ കുറച്ച് പാടുള്ള ഒരു ജനറേഷൻ ആയിരുന്നു. ഇപ്പൊ മാതാപിതാക്കളായിരുന്നു നമ്മളോട് എന്താ 12th കഴിഞ്ഞിട്ട് അല്ല, എന്നാലും ഇപ്പൊ 12th കഴിഞ്ഞിട്ട് ഡോക്ടർ, എഞ്ചിനീയർ, അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഇപ്പൊ എല്ലാവർക്കും ഒരു മീഡിയ പരമായി അല്ലെങ്കിൽ എങ്ങനെങ്കിലും മക്കളെ എല്ലാവർക്കും സെലിബ്രിറ്റികളായാൽ മതിയല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടവും കൂടെ വന്നിരുന്നു. ഇപ്പൊ കോണ്ടന്റിന് ഭയങ്കര വാല്യൂ പെട്ടെന്ന് വിഷ്വൽ ഒരെണ്ണം വന്നേ, വെറുതെ ഞാൻ പറയാണ് റാൻഡംലി, ചേട്ടൻ ചേച്ചിനെ ഓടിച്ചിട്ട് വന്നാന്ന് പറഞ്ഞല്ലോ, എനിക്ക് പെട്ടെന്ന് മറ്റേ ഗില്ലിയിലെ പാട്ടില്ലേ, അതാണ് എന്റെ മനസ്സിൽ വന്നത്. ഗില്ലിന്റെ തൃശ്ശേനെ കൊണ്ട് വിജയ് കയറിയിട്ടൊരു പാട്ടില്ലേ, ആ പാട്ടാ? ഓ, അത് സീൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ചേട്ടൻ ഇപ്പുറത്ത് ജീപ്പിൽ വിജയായിട്ട് തോന്നിയില്ല. അല്ല, വിജയായിട്ട് സാമ്യം, രണ്ട് സാമ്യമുണ്ട് വിജയായിട്ട്. എന്താന്ന് ചോദിക്കട്ടെ, വിജയും കുറച്ച് സംസാരിക്കും, ഈ പുള്ളി കുറച്ച് സംസാരിക്കും, രണ്ടുപേരും വാ തുറക്കൂല. പക്ഷെ വാ തുറന്നാൽ പിന്നെ അടക്കാൻ നമുക്കൊരു പാടാണ്. ധർമ്മൻ ചേട്ടൻ ഇങ്ങനെ ഗുണ്ടകളൊക്കെ വന്നിരുന്നു, ഇങ്ങനെ ഒളിച്ചോടിച്ചോണ്ട് വന്നപ്പോ ബാക്കില്? എന്റെ വീട് താമസത്തിന് മുട്ടിനകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വരാപ്പുഴയില്. അപ്പൊ എല്ലാരും എന്നെ പേടിപ്പിച്ച്, ഓടെ ഭയങ്കര ഗുണ്ടകളുള്ള സ്ഥലമാണ്, മറ്റാണ് മറിച്ചാണ്. എന്റെ വീട് താമസത്തിന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗുണ്ടകളെല്ലാം ഉണ്ടായി. മൊത്തം ഗുണ്ടകളായിരുന്നു. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ടും പാടില്ല. അവനെ പൂളി, പിന്നെ എനിക്ക് ചിരി വന്നിട്ട് പാടില്ല. പിന്നെ ഇനി ഒരു രഹസ്യവും കൂടി ഞാൻ പറയാം. എന്റെ ദൈവമേ, അല്ല, ഞാനിങ്ങനെ പൊട്ടിക്കുന്ന ആളാ. ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള ഒരെണ്ണം സമരത്തിന്റെ ഒരെണ്ണം ഗുണ്ടകളുടെ കൂട്ടത്തില് വെറുതെ പെട്ടുപോയിട്ട് 2 വർഷം എന്റെ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോഴും. അത് അതുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം പക്ഷെ ഇതല്ല. ഒളിച്ചോടിച്ചോണ്ട് വന്നപ്പോ തന്നെ ഇപ്പൊ വിജയുടെ ഒരു സീൻ പോണതിന് ഗുണ്ടകളുടെ ആവശ്യമൊന്നും ഉണ്ടായില്ല. ഞങ്ങള് എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ് അവള്. ചെന്ന് ചോദിച്ചപ്പോ അവര് തന്നില്ല. ആഹാരം ചോദിക്കുമ്പോ തരണ്ടേ? പലരെയും ചോദിപ്പിച്ചു നോക്കി, പലരെയും വിട്ട് ചോദിപ്പിച്ചു നോക്കി. അപ്പൊ അവര് ഈ എന്താന്ന് പ്രശ്നം പറഞ്ഞാല്, അവളുടെ അച്ഛനൊരു ഗസറ്റ് ഓഫീസറാണ്, ഞങ്ങളെ പോലീസിലാണ്, ഞങ്ങളുടെ വൈഫ് എന്താണ് ഫുഡ് ഇൻസ്പെക്ടറാണ്. അതായത് പഴയ അവരൊക്കെ എന്ന് വെച്ചാല് എല്ലാരും ഗവൺമെന്റ് സംബന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതിന്റെ ഇടക്കാണ് ഈ മിമിക്രിക്കാരൻ. മനസ്സിലായോ? പഴയ മധുസാറിന്റെ പഴയ മധുസാറിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ? രാവിലെ DAG പുറത്തിറങ്ങും, ഇപ്പുറത്തെ റൂമിൽ നിന്ന് വക്കീല് സുകുമാരൻ വരും, ഇപ്പുറത്തെ റൂമിൽ എന്നിട്ട് നടുക്കൊരു വലിയൊരു സ്ഥലം, എന്നിട്ട് ഇവര് ഭക്ഷണം കഴിക്കുമ്പോ നടുക്ക് വന്നിരിക്കും മധുസാറ്. അങ്ങനത്തെ ഒരു ഫാമിലി ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് പിന്നെ വിളിച്ചിട്ട് പോകും. വേറെ നിവൃത്തിയില്ലായിരുന്നു. ചോദിക്കാത്ത കിട്ടാത്തോണ്ടാ വിളിച്ചിട്ട് വന്ന, അല്ലെങ്കിൽ അവിടെ പോലീസൊന്നും വന്നില്ലേ? പോലീസൊന്നും വന്നില്ല. ഞാൻ നേരെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. ഇത് ടൈറ്റിൽ കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? അപൂർവത്തന്മാർക്കിടയിലുള്ള അപൂർവമായ പ്രണയകഥ. അല്ല, എന്റെ ഒരു അങ്ങനെ ഒരു അപൂർവ പ്രണയകഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു അപൂർവ ഇവന്മാരൊക്കെ ഇടങ്ങേറാണ്, അറിയാൻ പറ്റാണ്. ഞാനൊക്കെ പിന്നെ ഡീസന്റ് ആണ്. കുഞ്ഞുനാള് പോലെ അറിയാതെ എനിക്ക് കുഞ്ഞുനാള് പോലെ അറിയാം. ഇപ്പൊ പറയാം ഭയങ്കര ഇടങ്ങേറി പിടിച്ച 2 എണ്ണം. ശരിയല്ലേ ഇവന്മാര്? ശരിയല്ലേ? ഞാൻ പിന്നെ പറയണല്ലോ ഇവന്മാരെ കുടുംബം തകർന്നിട്ട്. ഇതിലും ഞാൻ നിങ്ങൾക്ക് കാര്യം പറയണായിരുന്നു, അവര് സങ്കല്പിച്ചു കൂട്ടൂലോ. ഇപ്പൊ കമന്റ്സ് എന്തായാലും എന്തായിരിക്കും ധർമ്മചേട്ടന്റെ മനസ്സിലുള്ള ആ രഹസ്യം.
വിഷ്ണു ചേട്ടൻ പറ ഇപ്പം എന്നായിരുന്നു സ്നേഹിച്ചല്ലോ കിട്ടിയത്? അല്ല, അറേഞ്ച് മാരേജ് ആണല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും സ്കൂളോ കോളേജിലോ അല്ലെങ്കിൽ അപൂർവമായിട്ട് തോന്നിയ എന്തെങ്കിലും പ്രണയം അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു ലവ് സ്റ്റോറി വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തോന്നിയതൊക്കെ ഞങ്ങൾ സിനിമക്ക് വേണ്ടി മാറ്റി വെച്ചേക്കല്ല, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഓ, അങ്ങനെ തോന്നിയതല്ല. നിങ്ങളുടെ അറിയാം ബിബിൻ ചേട്ടനോ? ഇല്ല, എനിക്കിന്നൊരു പ്രേമം ഉണ്ടായിട്ടില്ല, ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല അങ്ങോട്ടും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഇപ്പൊ പ്രണയിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ഒരു പെണ്ണിനെ പ്രണയിച്ചായിരുന്നു. അതെ, ഇല്ല, പുള്ളി ടൈം പറഞ്ഞതാ, ചേട്ടൻ പറഞ്ഞാലും പറഞ്ഞല്ല. പറ, സ്കൂളിൽ പ്രണയിച്ചിട്ട് ബോഡി ഷേമിങ് ആവോ ഇല്ലെന്ന് എനിക്കറിയാൻ പറ്റില്ല. ചേട്ടൻ പറയട്ടെ, എന്തായാലും നമ്മൾ പോയല്ലോ, ഇതിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഭയങ്കര സുന്ദരിയായിട്ടുള്ള കൊച്ചായിരുന്നു, ഭയങ്കര സുന്ദരിയായിരുന്നു. അവ ഞാനായിട്ട് ചേച്ചിയും എൻ്റെ കൂടെ പഠിക്കുന്നതാണ്. അവിടെ വേറെ സ്കൂളിലാണ്. സൈക്കിളൊക്കെ എടുത്തിട്ട് കാണാൻ പോക്കും ഭയങ്കര പ്രണയമായിരുന്നു. നമ്മൾ ലവ് ലെറ്റർ ആണല്ലോ, ഫുൾ ലവ് ലെറ്റർ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ. അവളങ്ങനെ തേച്ചിട്ട് പോയി. അവക്ക് 2-3 പ്രണയം വേറെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഒരു 22 വർഷത്തിന് ശേഷം ഞാനിവളെ കാണാം, സുന്ദരിയായിട്ടുള്ള കൊച്ചിനെ ഞാൻ കാണാൻ എവിടെയെന്ന് കറിഞ്ഞിട്ട് കൊല്ലത്ത്. രൂപമൊക്കെ മാറിയട്ടെ, ഒരു നൈറ്റിയുടെ ഉള്ളിലൊരു രൂപം ഞാൻ തന്നെ മേടിച്ചു പോയി. കൊണ്ടത് ഇങ്ങനെ ഇപ്പൊ എന്നെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയ രൂപത്തിലേക്ക് അവള് വളർന്നു. അപ്പൊ സന്തോഷത്തോടൊരു ചായയും കുടിച്ചിട്ട് ഇങ്ങനെ പോയി. നിങ്ങൾ നേരത്തെ ചോദിച്ചതിന്റെ ഞാൻ ഇല്ലാന്ന് പറഞ്ഞല്ലോ, അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ധർമ്മൻ ചേട്ടൻ ഉത്തരം പറയട്ടെ. ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്തതാട്ടോ ഞാൻ ചോദിക്കുന്നത്. ധർമ്മൻ ചേട്ടന് പെട്ടെന്ന് എന്താണോ തോന്നുന്നത് അത് പറയണം. ഓക്കെ, ഈ കൂട്ടത്തില് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കാണ്? വിഷ്ണു ചേട്ടനാണോ ബിബിൻ ചേട്ടനാണോ? ഇവൻ ദേഷ്യപ്പെടൂല, ഇവൻ അങ്ങനെ ഇതാവൂല. അവൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. നമ്മളോട് ദേഷ്യപ്പെടണമെന്നല്ല. ഞങ്ങളുടെ പടത്തിന്റെ ഇടയിൽ ഞാനും അവനും കൂടി അഭിനയിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വിഷ്ണു ഞാൻ അങ്ങനെ പറയൂല. അപ്പൊ ഇവൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ പറയണം. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറയൂല, ഇവനാണെങ്കിൽ അങ്ങനെ പറയണം. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ വിളിച്ചിട്ട്, ചേട്ടാ നമ്മുടെ ജീവിതമാണ് ആ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഭയങ്കരമായിട്ട് വിളിച്ചതാ. അങ്ങനെ പറയുന്ന ഒരു ഇവനാണ്. ഇവനങ്ങനെയൊന്നും പറയത്തില്ല. ഓക്കെ, ഏറ്റവും പാവം ആരാണ് ഇവർ രണ്ടുപേരും? പാവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാവം ഞാനായിരിക്കും. ഞാൻ ഇവരുടെ രണ്ടുപേരുടെ ഇതാ പറയാൻ വേണ്ടത്. ഇവരില് ആരാ പാവം? പാവൊന്നും പറയാൻ പറ്റില്ല, 2 ദുഷ്ടന്മാരാണ്. സിമ്പിൾ അല്ലേ? അതാണ് ഏറ്റവും ബെസ്റ്റ് ഉത്തരം വരുമെന്ന് എനിക്കറിയാം. ഇനി ഇപ്പൊ ചാനല് യൂട്യൂബ് ചാനൽ നോക്കട്ടെ, മീഡിയ തുറന്ന ബിബിൻ ചേട്ടനാണ്. എനിക്ക് തോന്നുന്നു മഴവിൽ മനോരമയിലുണ്ട്, കോമഡി മാസ്റ്റേഴ്സിലുണ്ട്, ഇപ്പൊ ഇന്റർവ്യൂസ്, പിന്നെ പെൺകുട്ടികളുടെ ഇടയിലൊക്കെ ഇരിക്കുന്ന കണ്ടല്ലോ കുറെ പെൺകുട്ടികളുടെ. മൈൽസ്റ്റോണിന്റെ സോറി നിങ്ങളുടെ തന്നെ ചാനലിൽ നിന്ന് സെറ്റ് ആക്കി തന്നാണ്. കൂടുതൽ പ്രൊമോഷൻ ഉണ്ടായിരുന്നോണ്ട് അങ്ങനെ വന്നാ പെട്ടെന്ന് ഔട്ടായി പോകും. ഓവർ യൂസ്ഡ് ആയിട്ടെ ഞാൻ ഇവിടെ എനിക്ക് കേട്ടോ, ഓവർ യൂസ്ഡിന്റെ കേട്ടോ, ഇവിടെ 10 കൊല്ലമായിട്ട് അതിൽ 10 കൊല്ലത്തിന് മുകളില് കോൻബനേഗ കരോഡ്പതിയിൽ അമിതാഭ് ബച്ചൻ ചെയ്താ എല്ലാ ദിവസവും ഡെയിലി വരുന്നുണ്ടായിരുന്നു. അവരും ഓവർ യൂസ്ഡ് അല്ല. പിന്നെ ആരോ പിന്നെ ഇനി എന്നെ ഔട്ടാക്കി ഇത്തിരി വിളിക്കുന്നു. ഔട്ടാവൂല, ചത്താലും പോകൂല, എവിടെയും കിടക്കും ഞാൻ. വിഷ്ണു ചേട്ടൻ ഒന്ന് ഇതൊക്കെ ഇനി ഔട്ടിൽ വരാമ്പോ എന്താണോ ആവോന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അപൂർവ പുത്രന്മാര് നല്ല ഹിറ്റ് ആവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കാൻ. ഈ ഒരു വൈബ് എനിക്ക് തോന്നുന്നു, ഇങ്ങനത്തെ ഈ ഒരു വൈബ് കിട്ടുമ്പോൾ തന്നെ, പിന്നെ പോസ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ ഭയങ്കര കളർഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു പടമാണ് അപൂർവ പുത്രന്മാർ. ഇവർക്ക് കുറച്ച് എന്തോ ഒരു എലമെന്റ് ഉണ്ട്, അതാണ് ഏറ്റവും ഇതിൽ പിടിച്ചു നിർത്തണേന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം അല്ലേ? ഡേറ്റ് എന്നായിരുന്നു?
ജൂലൈ 18. ജൂലൈ 18. അപ്പൊ ജൂലൈ 18 അപൂർവ പുത്രന്മാരായിട്ട് ദേ ഇവർ 3 പേരും നമ്മുടെ ഇനി കുറെ പേരുണ്ട്. ലാലു ചേട്ടനുണ്ട്, അശോകൻ ചേട്ടനുണ്ട്, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നല്ലോണം തിയേറ്റർ നിറഞ്ഞോടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഷോസിലും വരാം. ഇനി ഒരുപാട് പടങ്ങളായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരിക. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.